എല്ലാവർക്കും നമസ്കാരം. സുഗന്ധവ്യഞ്ജനങ്ങളിൽ പ്രധാനിയാണ് കറുവാപ്പട്ട അഥവാ ഇലവങ്കപ്പട്ട. ദാൽച്ചീനി എന്നാണ് ഹിന്ദിയിൽ ഇത് അറിയപ്പെടുന്നത്, ഇംഗ്ലീഷിൽ സിന്നമൺ എന്നും. കിർഫ എന്ന അറബി പദത്തിൽ നിന്ന് ആകാം കർവ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. കിർഫ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായ തൊലി എന്നാണ്. അറബി കച്ചവടക്കാരാണ് ഈ സുഗന്ധ മസാല ലോകവിപണിയിൽ എത്തിച്ചതും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിച്ചതും. BC 2700 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ തന്നെ യൂറോപ്പിലും ചൈനയിലും കറുവാപ്പട്ട സുഗന്ധദ്രവ്യമായും ഔഷധമായും ഉപയോഗിച്ചു വന്നിരുന്നു. ജൂവിഷ് മതഗ്രന്ഥമായ തോറായിൽ കറുവാപ്പട്ടയെപ്പറ്റി പരാമർശമുണ്ട്. പുരാതന ഈജിപ്തിൽ ചക്രവർത്തിമാർക്ക് സമ്മാനങ്ങളായും പിരമിഡുകളിലും സിനമൺ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. കറുവയുടെ ജന്മദേശം ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റ് ട്രോപ്പിക്കൽ കൺട്രീസിലുമായി വ്യാപിച്ചു കിടക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായി കറുവ കൃഷി ചെയ്തു വരുന്നു. നിത്യഹരിത വനങ്ങളിലും ചില വൈൽഡ് വെറൈറ്റീസ് തഴച്ചു വളരുന്നുണ്ട്. കറുവപ്പട്ടയെ പ്രധാനമായും 2 കാറ്റഗറീസായി തരംതിരിക്കാം. സിലോൺ സിന്നമൺ കാറ്റഗറിയും കാസിയ കാറ്റഗറിയും. സിലോൺ സിന്നമൺ വെറൈറ്റീസും കാസിയ വർഗത്തിൽപ്പെട്ട 3 തരവും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. ശ്രീലങ്കയാണ് കറുവാപ്പട്ടയുടെ പ്രധാന ഉൽപാദകർ. ബേലീഫ് അഥവാ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇടനയില്ല സിന്നമൺ ഫാമിലിയിൽപ്പെടുന്ന സസ്യം തന്നെയാണ്. 3-4 വർഷം മൂപ്പെത്തിയ കറുവാത്തടി കറുവാപ്പട്ട ഉരിച്ചെടുക്കാൻ പാകമാകുന്നു. വെട്ടിയെടുത്ത തടിയിൽ നിന്നും പുറംതൊലി ചെത്തി നീക്കിയ ശേഷം പട്ട ഉരിച്ച് പ്രത്യേക രീതിയിൽ ചുരുളുകളാക്കി ഉണക്കിയെടുക്കുന്നതാണ് കറുവാപ്പട്ട. സിന്നമൺ, സിലോൺ സിന്നമൺ, ട്രൂ സിന്നമൺ, മെക്സിക്കൻ സിന്നമൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗുണനിലവാരം കൂടിയ കറുവാപ്പട്ട കനം കുറഞ്ഞ ധാരാളം പാളികളുടെ ചുരുളുകളായിട്ടാണ് ലഭിക്കുന്നത്. ഈ കാറ്റഗറിയിലുള്ള കറുവാപ്പട്ട ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. ഇതിന് തീക്ഷ്ണമായ സുഗന്ധം ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമത്തെ ഇനമായ വിയറ്റ്നാമീസ് കാസിയ, ഇന്തോനേഷ്യൻ കാസിയ, ചൈനീസ് കാസിയ തുടങ്ങിയ കാസിയ വർഗത്തിൽപ്പെട്ട കറുവാപ്പട്ടകൾ ഗുണനിലവാരം കുറഞ്ഞവയാണ്. അതിന് ഉയർന്ന തീക്ഷ്ണ ഗന്ധമുണ്ടായിരിക്കും. റെഡിഷ് ബ്രൗൺ കളറുമായിരിക്കും. കട്ടിയുള്ള ഒറ്റ ചുരുളായിട്ടായിരിക്കും. കനം കുറഞ്ഞ പാളികൾ ഇതിൽ കാണില്ല. കാസിയ സിന്നമണിന് വിലക്കുറവും ആകർഷകമായ തീക്ഷ്ണ ഗന്ധവും ഉള്ളതുകൊണ്ട് വ്യാവസായികമായി കൂടുതൽ ഉപയോഗിച്ചു വരുന്നു. കാസിയ വെറൈറ്റിയിൽ പെട്ട സിന്നമണിൻ്റെ മിതമായ ഉപയോഗം കുഴപ്പമില്ല എങ്കിൽ പോലും മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അമിതമായ കാസിയ ഉപയോഗം ലിവർ ഡിസീസിന് കാരണമായേക്കാം. ഇലയ്ക്കും പട്ടയ്ക്കും സുഗന്ധം നൽകുന്നത് അതിലടങ്ങിയിരിക്കുന്ന സിന്നമാൽഡിഹൈഡ് എന്ന ബാഷ്പശീലമുള്ള തൈലമാണ്. കറുവപ്പട്ടയുടെ ഉൾത്തൊലിയിൽ നിന്നുമാണ് തൈലങ്ങൾ ശേഖരിക്കുന്നത്. ഇതിൽ സിന്നമാൽഡിഹൈഡ് കൂടാതെ ബെൻസാൽഡിഹൈഡ്, യുജിനോൾ, പൈനിൻ, സൈമിൻ തുടങ്ങിയ ബാഷ്പശീല തൈലങ്ങളും അടങ്ങിയിരിക്കുന്നു. കറുവ ഇലയിലും ഒട്ടുമിക്ക തൈലങ്ങളാലും സമൃദ്ധമാണ്. മേൽപ്പറഞ്ഞ നേർത്ത ബാഷ്പ തൈലങ്ങൾ കൂടാതെ കട്ടിയുള്ള സുഗന്ധ തൈലങ്ങളും കറുവയിലുണ്ട്. അവ പ്രധാനമായും സോപ്പ്, വാസലിൻ, മെഴുകുതിരി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കറുവാപ്പട്ടയിൽ അത്യാവശ്യം പോഷക ഘടകങ്ങളുമുണ്ട്. പ്രോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻ A, വൈറ്റമിൻ B, വൈറ്റമിൻ C എന്നിവയും അടങ്ങിയിരിക്കുന്നു. കറുവാപ്പട്ടയിലുള്ള സിന്നമാൽഡിഹൈഡ് വീര്യമേറിയ ഒരു ഔഷധം കൂടിയാണ്. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയായ കറുവാപ്പട്ട ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളായ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കെട്ടിക്കിടക്കാതെ വേഗം നിർമ്മാർജ്ജനം ചെയ്ത് ശരീരം ശുദ്ധമാക്കാൻ സഹായിക്കുന്നു. കറുവാപ്പട്ടയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇൻഫെക്ഷൻസിന് എതിരെ പൊരുതുന്നു. ടിഷ്യൂ ഡാമേജ് കണ്ടീഷനിൽ തന്നെ നീർക്കോടുണ്ടാക്കാതെ വേഗം സുഖപ്പെടുത്തുന്നു. നീർക്കോളാണ് മറ്റ് അസുഖങ്ങളിലേക്കും പനിയിലേക്കും നയിച്ച് രോഗം വഷളാക്കുന്നത്. കറുവാപ്പട്ട ഇട്ട് വെന്ത ചൂടുവെള്ളം അല്പാൽപമായി സേവിക്കുന്നത് നീർക്കോൾ തടയുന്നു. തണുപ്പടിച്ചിട്ടും മറ്റും ഉണ്ടാകുന്ന തലവേദനയ്ക്ക് കറുവാപ്പട്ട പൊടി
ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ച് നെറ്റിയിൽ പുരട്ടുന്നത് ആശ്വാസപ്രദമാണ്. കറുവാപ്പട്ട തേനിൽ ചാലിച്ച് സേവിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താം. കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, BP, അതെറോസ്ക്ലെറോസിസ് എന്നിവ കുറയ്ക്കാൻ കറുവാപ്പട്ട ഇട്ട് വെന്ത വെള്ളം കുടിക്കുന്നത് സഹായകരമാണ്. പ്രമേഹ രോഗികൾ 1/2 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ, മാക്സിമം 2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടി പല നേരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുണപ്രദമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. അൾസൈമേഴ്സ് രോഗത്തിന് കാരണമായി ബ്രെയിനിൽ ഉണ്ടാകുന്ന ടോ എന്നൊരു പ്രോട്ടീന്റെ നിർമ്മാണത്തിനെ തടസ്സപ്പെടുത്താൻ കറുവാപ്പട്ട സഹായിക്കുന്നു. പാർക്കിൻസൺ ഡിസീസ് രോഗികൾക്ക് അസ്വസ്ഥതകൾ നിയന്ത്രിതമാക്കാൻ കറുവാപ്പട്ട ചായ സഹായിക്കുന്നു. അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് തടയുന്നതിലൂടെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനും കൂടുതലാകാതെ ഇരിക്കാനും കറുവാപ്പട്ട ചായ സഹായകരമാണ്. വായ്ക്കുള്ളിലുണ്ടാകുന്ന മുറിവ്, വ്രണങ്ങൾ, വായ്നാറ്റം തുടങ്ങിയവയ്ക്ക് കറുവാപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം വായ്ക്കൊള്ളുന്നത് ഉത്തമമാണ്. ദന്ത സംരക്ഷണത്തിന് കറുവാപ്പട്ടപ്പൊടി ഉത്തമമാണ്. ആയുർവേദിക് ടൂത്ത് പേസ്റ്റ്, ദന്തചൂർണം എന്നിവയിലെല്ലാം കറുവാപ്പട്ട പ്രധാന ഘടകമാണ്. അരുചി, ഓക്കാനം, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ഛർദി, വായുക്കട്ടൽ, ഡയറിയ, ഡിസെൻട്രി എന്നിവയ്ക്കെല്ലാം കറുവാപ്പട്ടയിട്ട് വെന്ത ചൂട് വെള്ളം സേവിക്കുന്നത് ഗുണപ്രദമാണ്. കുടലിലുണ്ടാകുന്ന പലതരം അണുബാധ, നീർക്കോൾ, ക്യാൻസർ എന്നിവ തടയാൻ മേൽപ്പറഞ്ഞ കറുവാപ്പട്ട ചായ കറുവാപ്പട്ട ഇട്ട് വെന്ത വെള്ളത്തിൽ തേൻ ചേർത്ത് സേവിക്കുന്നത് ഗുണകരമാണ്. പലതരം അണുബാധകൾ തടയാൻ കറുവാപ്പട്ടയുടെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി സഹായകരമാണ്. മഴക്കാല രോഗങ്ങൾ, പലതരം പനികൾ എന്നിവയ്ക്കെതിരെ പൊരുതാൻ കറുവാച്ചായ സഹായിക്കും. മുഖക്കുരു, ബ്ലാക്ക് ഹെഡ് എന്നിവയ്ക്ക് കറുവാപ്പട്ട പൊടിച്ചതിൽ അല്പം നാരങ്ങാനീരും തേനും ചേർത്ത് ചാലിച്ച് മുഖത്ത് പേസ്റ്റാക്കി പുരട്ടുന്നത് ഗുണപ്രദമാണ്. താരൻ മാറാൻ ഈ മിക്സ് തലയോട്ടിയിൽ പുരട്ടുന്നതും ഗുണകരമാണ്. പീരിയഡ്സിനൊപ്പമുള്ള വയറുവേദന, മനം പുരട്ടൽ, അമിത രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കറുവാപ്പട്ടയിട്ട് വെന്ത വെള്ളം സേവിക്കുന്നത് ഗുണപ്രദമാണ്. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് വയറ് ചുരുങ്ങാനും പാൽ കൂടുതലുണ്ടാകാനും പീരിയഡ്സ് വൈകിപ്പിക്കാനും കറുവാപ്പട്ട ചായ സഹായിക്കും. പച്ചമരുന്ന് കൂട്ടുകളായ സുഗന്ധ ത്രിജാതം, ചതുർജാതം എന്നിവയുടെ ഒരു ഭാഗമാണ് കറുവാപ്പട്ട. അരിഷ്ടം, വൈൻ, ലേഹ്യം എന്നിവയുടെ രുചി, സുഗന്ധം, വീര്യം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ കൂട്ടുകൾ ഉപയോഗിച്ചു വരുന്നു. ഇറച്ചി ഉൽപ്പന്നങ്ങൾ, കേക്ക്, ചോക്ലേറ്റ്, റോൾസ്, പേസ്ട്രീസ് തുടങ്ങിയവയിൽ കറുവാപ്പട്ട അത്യന്താപേക്ഷിതമാണ്. ഫുഡ് പ്രിസർവ് ചെയ്യാനും കറുവാപ്പട്ട സഹായിക്കുന്നു. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മറക്കാൻ പാടില്ല. അമിതമായ ഉപയോഗം നല്ലതല്ല, പ്രത്യേകിച്ച് കാസ്യാവർഗത്തിൽപ്പെട്ട കറുവാപ്പട്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.